നമ്മൾ കുറച്ചധികം സൂപ്പർ ബൈക്കേഴ്സ്, അതായത് ഡുക്കാറ്റിയിലുള്ള കുറച്ചധികം ബൈക്കേഴ്സിൻ്റെ കൂടെ ഡുക്കാട്ടി കൊച്ചിയിൽ നിന്ന് നമ്മൾ ഒരു വട്ടവണ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും ഇത്. സ്റ്റാർട്ടിങ് വ്ളോഗ് പോലെയൊന്നല്ല, പിന്നെ വ്ളോഗിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കണ്ടു നോക്കുന്നത്. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഡുക്കാട്ടി കൊച്ചിയുടെ ഷോറൂം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇവിടെ ഇരിക്കുന്ന ബൈക്കുകൾ കണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ ബൈക്കുകളാണ് എൻ്റെ മുമ്പിലിരിക്കണേ. നമ്മൾ ഇറങ്ങിയാക്കുന്നത് ഒരു മഴ ദിവസമായതുകൊണ്ട് തന്നെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്ത് എടുക്കാൻ പറ്റണില്ലേ. ഞാൻ നിങ്ങൾക്ക് ബൈക്കിൻ്റെ അവസാനം തരാം. ഇരിക്കുന്ന എല്ലാ ബൈക്കും ഡുക്കാട്ടിയുടെയാണ്. ഈ ഒരു ബ്ലാക്കും ഈ ഒരു റെഡും ഒഴിച്ച് ബാക്കി എല്ലാ ഡുക്കാട്ടിയുടെ ബൈക്കുകളാണ്. ആൻഡ് നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. വൻ മഴയായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് മഴ ഒന്ന് കുറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഈയോ ബൈക്കിൻ്റെ ഒക്കെ അവസ്ഥ കണ്ട. എൻ്റെ ബൈക്കാണ് ഈ ഇരിക്കണ ബ്ലാക്ക് ഈ കാണുന്നത്. ആൻഡ് ഇതിൻ്റെ അവസ്ഥ കണ്ട. ഇതുപോലെ ചളിയിൽ എൻ്റെ ബൈക്ക് മുങ്ങി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. ഇവിടുന്ന് അധികം വ്ളോഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ വട്ടവട എത്തിയിട്ട് കാണാം. അങ്ങനെ വലിയൊരു ഇതിന് ശേഷം നമ്മൾ വട്ടവട റൂട്ടിലെത്തിയിടേ. ഈ വഴി ഞാൻ രണ്ടാമതാണ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ നിർത്താറുണ്ട് നമ്മൾ. അതിൻ്റെ ഇവിടുത്തെ വൈബ് വേറെ ലെവലാണ്. നമ്മൾ മൊത്തം നനഞ്ഞ് പിണ്ടിയിട്ടാണ് അതിക്കണേ. ഫുൾ മഴയും കൊണ്ട് എല്ലാം കൊണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമുക്ക് മഴയൊന്നും കൊണ്ടതൊരു സീനല്ലേ. അത്രയും രസമാണ്. നിങ്ങൾ ഈ വഴി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര വൈബ്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ജസ്റ്റ് നിർത്തിയതാണ്. ഇതിലിപ്പോൾ 2 ഡുക്കാട്ടിയും ഒരു S1000RR ഒരു ZX10R നിഞ്ചയുടെ ഉണ്ട്. അതാണ് എൻ്റെ ബൈക്ക്. അവിടുന്ന് പിന്നെയും ഒരു എക്സ്ട്രീം ഓഫ് റോഡ് കഴിഞ്ഞ് ബൈക്കിൻ്റെ അവസ്ഥ കണ്ടില്ലേ. നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്ക് ഇത്ര പ്രശ്നമില്ലേ, എനിക്കായിരുന്നു ഇത്ര സീൻ. പക്ഷെ അവിടുത്തെ വ്യൂ വിഷയമുണ്ട്. ആൻഡ് ആ ഒരു വ്യൂവിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇങ്ങനത്തെ ഒരു വ്യൂവിലേക്ക് ഈ ബൈക്കൊന്നും ആരും കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ബൈക്ക് ഒരു സൂപ്പർ സ്പോർട്ട് ബൈക്കാണ്. ഇതൊന്നും ഇതുപോലെ റോഡില്ല ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ വഴി കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ തീർന്നുണ്ട്. പക്ഷെ ബൈക്ക് ഇനി 5 ദിവസം കഴിയാലോ വൃത്തിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നാൻ. അങ്ങനെ നമുക്കൊരു സ്റ്റേ ഓൾറെഡി ഉണ്ടായിരുന്നു. അവിടേക്കാണ് നമ്മൾ വന്നത്. ആ സ്റ്റേയിലേക്ക് വന്നതാണ് ഈ അവസ്ഥ കണ്ട. വണ്ടി ഇനി ചളിയാവാൻ ഒരു ഭാഗം പോലും ബാക്കിയില്ലേ. ഇത്രയും ചളി. ഞാൻ ഇരുന്ന സ്ഥലം വെച്ച് ബാക്കി എല്ലാ ഭാഗവും ചളിയിലും മുങ്ങി. പിന്നെ മഴയുണ്ട്. നമ്മുടെ വണ്ടി അങ്ങനെ ചളിയിൽ ഓടിക്കാനും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഭാഗത്തിന് ഓടിച്ചിവിടെ എത്തി. എല്ലാ വണ്ടിയുടെ അവസ്ഥയൊക്കെ അത് തന്നെ. പക്ഷെ ഇതിൽ കൂടുതലും അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ ഉണ്ട്. ആൻഡ് ഇത്രയും വലിയ റൈഡ് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ വരണേ, നമ്മുടെ ബൈക്ക് എടുത്തിട്ട്. ആൻഡ് ഇതിലൊരു കുറേ പേര് എനിക്ക് അറിയും കൂടിയില്ല. ആകെ 2-3 പേരെ അറിയുള്ളൂ. ഇതിലൊരു 10-20 ബൈക്ക് എന്തോണ്ട് കേട്ടോ. 20 ബൈക്കേഴ്സിൻ്റെ ഒക്കെ മീറ്റപ്പാ. ആൻഡ് ഇനി ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഞാൻ കുറച്ച് ബൈക്ക് കൂടി കാണിച്ചു തരാം. ഈ ബൈക്കുകൾ നിങ്ങൾ കാണുന്ന പോലെയല്ല. ഒരു 20-30 ലക്ഷം രൂപയുടെ വില വരുന്ന ബൈക്കാണ്. ഇതിൻ്റെയൊക്കെ ചളിയും ഇതൊക്കെ കണ്ടില്ലേ. എൻ്റെ അപ്പോൾ വന്ന അവസ്ഥയാണ് എല്ലാ ബൈക്കിൻ്റെയും. ആൻഡ് അങ്ങനെ നമ്മൾ സംഭവങ്ങളും ഹെൽമെറ്റും എല്ലാം റൂമിൽ കൊണ്ടുവച്ച് സെറ്റായിട്ടുണ്ട്. ആൻഡ് റൂമൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട്. അതിൻ്റെ ഇവിടുത്തെ ക്ലൈമറ്റും അതെ ഭയങ്കര തണുപ്പാണ് സത്യം പറഞ്ഞ ഈ ടൈമിൽ വന്നപ്പോൾ. ആൻഡ് റൂമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഐറ്റം ഉണക്കാൻ വെച്ചേക്കുകയാണ്. എല്ലാം നനഞ്ഞ് പിണ്ടിയെന്ന് പറഞ്ഞില്ലേ, എല്ലാം ഉണക്കാൻ വെച്ചേക്കുക. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഔട്ട് സൈഡ്. ഇത് റിസോർട്ട് അത്യാവശ്യം നല്ല ഭംഗിയാണ്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും വീഡിയോയിൽ എന്തായാലും. ഇതാണ് ഇതിൻ്റെ പുറം ഭാഗം. ഇതുപോലെ ഓരോ വീടുകളൊക്കെ ഉണ്ട്. ഈ ഒരു വീട് കണ്ട. ഇതുപോലെ ഓരോരോ സെറ്റപ്പിൽ ഓരോ ദിക്കിലിങ്ങനെ ഓരോ റൂമുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചേക്കണേ. അതിൻ്റെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ത് രസമെന്ന് അറിയാം. വന്ന ടൈമില് വേറെ വൈബ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് പുറത്തേക്കും പോകണമെന്നുണ്ട് എന്തായാലും. ആൻഡ് യെസ്, നമ്മളൊരു കേവ് കാണാൻ പോകേണ്ട ഈ വീഡിയോയിൽ. അത് നിങ്ങളേലും മിസ്സാക്കരുതില്ല. അതൊരു അടിപൊളിയായിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ റൂം. ഇത് 2 ആൾക്കുള്ളതാണ്. സെറ്റപ്പാണ്, കൊള്ളാം. ലൈക്ക് ഫുഡും കൊള്ളാം, എല്ലാം കൊള്ളാം. ഒരു TV ഉണ്ട്. എൻ്റെ ഞാൻ ഹായ്. എനിക്ക് പിന്നെ ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കുറേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, യെസ്. ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ റൂമിലിരുന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുറത്ത് ഇവിടെ ഒന്നുമില്ല. പക്ഷേ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കാണാതിരിക്കണേ. ഇതേ ഇരിക്കണം എൻ്റെ ബൈക്ക്. ഞാൻ എന്തായാലും നല്ല തണുപ്പൊക്കെയല്ലേ, കുറച്ച് നേരം ഇവിടെ മൂടി പോച്ച് കിടക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ട് ഇന്നലെ വന്ന ക്ഷീണവും കാരണം പിന്നെ വ്ളോഗിനെ കുറിച്ചിട്ട് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ആൻഡ് ഇപ്പം നമ്മൾ പോകണത് ഫുഡ് കഴിക്കാനാണ് പിറ്റേ ദിവസം. ആൻഡ് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ S1000RR ഉള്ള ബ്രോയും പിന്നെ ഒരു ഡുക്കാട്ടി V4S ഉള്ള ബ്രോയാണ് നമ്മുടെ കൂടെ ഇപ്പം നടക്കുന്നത്. ആൻഡ് ഈ റിസോർട്ട് അത്യാവശ്യം അടിപൊളി തന്നെയാട്ടോ. കാരണം ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇനി അവിടെ പോണത് വലിയൊരു ഏരിയ, കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സോ നമുക്ക് അവിടെയൊക്കെ പോകണമെങ്കിൽ അവിടുന്ന് വ്ളോഗ് എടുത്ത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിലും മിണ്ടാണ്ട് നടക്കണേ. ഓ ഇവിടെ ബൈക്കുകളൊക്കെ ഇരിക്കണ എന്ത് ഭംഗിയാ നോക്കി, ഇത്രയധികം ബൈക്ക് വിഷയം. ആൻഡ് ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ എൻട്രൻസ്. ഇവിടെയാണ് ശരിക്കും റിസപ്ഷനും കാര്യങ്ങളൊക്കെ. നമ്മ അതല്ല ഫുഡ് കഴിക്കണ സ്ഥലവും ഇവിടെ. ആൻഡ് ഭയങ്കര വൈബ് കിട്ടാ സത്യം പറഞ്ഞ. ഇവിടെ
ലൈക്ക് ഫാമിലിക്ക് ആയിട്ട് വരാനായാലും നല്ല രസമുള്ളൊരു സ്ഥലം. നിങ്ങൾക്ക് വേണമെങ്കിൽ വരണമെങ്കിൽ വരാം. പക്ഷെ കുറച്ച് ഓഫ് റോഡ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാലത്തെ വൈബ് നല്ല രസമുണ്ട്. ഇവിടെ ചെറിയൊരു മഴയും ചാറുണ്ട്. അതുകൊണ്ട് ആ ഒരു തണുപ്പും മൊത്തത്തിൽ തണുപ്പാണ്. ഇവിടെ പിന്നെ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട്. ആൻഡ് ഈ വ്യൂവും ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ റിസോർട്ടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ആൻഡ് ഇവിടെ അടിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയാട്ടാ. കണ്ട പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ്, പിന്നെ ഒരു ഗ്രാസ് ലാൻഡ്, ഇതേ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ. ഭയങ്കര മൊത്തത്തിൽ എല്ലാവർക്കും ഒന്ന് വരാനും ഇരിക്കാനൊക്കെ പറ്റിയ നല്ല രസമുള്ള സ്ഥലം. അതിൻ്റെ അങ്ങനെ നമ്മൾ വെറുതെ കുറേ നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു. ഓഫ് റോഡിങ് ഒക്കെ ചെയ്ത് പോവാണ്ട്, സാധാ വണ്ടിയൊന്നും എടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ജീപ്പ് വിളിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് ജീപ്പ് വരാൻ വേണ്ടി. എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. അപ്പോഴേക്കും ഇവിടെ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീപ്പ് വന്ന് നമ്മളെല്ലാവരും അതിൽ കയറി ഇന്ന് റെഡിയാണ്. ഇത് ശരിക്കും നമ്മൾ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കേവ് ഉണ്ട് അത് കാരണം. പിന്നെ സ്ട്രോബെറി ഫാം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ കാണുന്നതൊക്കെ ശരിക്കും സ്ട്രോബെറിയാണ്. സോ സ്ട്രോബെറി ഫാമിൽ പോയി നമുക്ക് സ്ട്രോബെറി മേടിച്ച് കഴിക്കാൻ പറ്റും ഇവിടെ. സോ അങ്ങനെ ഒരു 2 കിലോമീറ്റർ എന്തോ പോയപ്പോഴേക്കും നമ്മൾ ചെറിയൊരു വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തി. ഇവിടുത്തെ നോർമൽ ഒരു വ്യൂ പോയിന്റ്. അതിൻ്റെ ഈ കാണുന്ന അടിയിലോട്ടാണ് നമ്മൾ പോകാൻ പോണേ. സോ ഇപ്പോഴും അത് അത്യാവശ്യം മഴയും ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഒരു ക്യാമറാമാൻ ഉണ്ട്. പുള്ളി കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. വീഡിയോ ഫോട്ടോ അല്ല ഈ പോണ വഴി സത്യം പറഞ്ഞ ഒരു ഇടുങ്ങിയ വഴിയോ, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും നമുക്ക് വഴി കൊടുക്കാൻ പറ്റില്ല. ആൻഡ് വളരെ മോശമാണ് റോഡ്. അതുകൊണ്ടാണ് നമ്മൾ ജീപ്പിൽ പോണേ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ മറ്റേ മെയിൻ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പോകണം. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേവ് ഉണ്ട് എന്ന് പറയണത്. പിന്നെ എന്താ വെള്ളച്ചാട്ടം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അടിയിൽ നോക്കിയിട്ട് ആകെ കുറച്ച് ചളി വെള്ളം ഒഴുകുന്നത് മാത്രമേ കാണാനുള്ളൂ. ആൻഡ് എന്തായാലും കേവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളിന്ന് പോകാൻ പോകും. ആൻഡ് ഇങ്ങനെ കുറച്ചധികം നടന്നു പോയിട്ട് വേണം കേവിലെത്താൻ. ഇവിടെ നടന്നു പോകാൻ രസമുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ട്രക്കിങ്, കുറച്ച് ദൂരമൊക്കെ നടക്കാനും ഒന്ന് ഒരു വൈബ് മനസ്സിലായി. ഈ വഴിയാണ് പോകണം കേവിൽ പോവുക. ഇതാണോ കേവ്? പിന്നല്ലാണ്ട് ഇതന്നെയാ കേവ്. ഇത് വെള്ളച്ചാട്ടം. ഇതാണോ വെള്ളച്ചാട്ടം? ഈ ചളി വെള്ള കേവിലോട്ടുള്ള വഴി നമുക്ക് ഒരാൾക്കും അറിയില്ല. നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഏതോ വഴി പോകുന്നുണ്ട്. ഡ്രൈവർ ചേട്ടൻ ഈ വഴിയാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നടന്നു പോവാണ് ഏതോ കാട്ടും കൂടെ. അങ്ങനെ നമ്മൾ എത്തിയ സ്ഥലം നോക്കിയാൽ മൊത്തം ചളി വെള്ളം മാത്രം. എനിക്കറിയില്ല മഴക്കാലത്തൊക്കെ ഇവിടെ വെള്ളം വരുന്നതാണെങ്കിൽ ഇതാണ്. പക്ഷെ ഇപ്പൊ എന്തായാലും മൊത്തം ചളി വെള്ളമാണ്. മഴക്കാലമാണ് ഇവിടെ, പക്ഷെ ചളി വെള്ളമാണ്. കണ്ടില്ലേ, മൊത്തം ചളി വെള്ളമുള്ള ഒരു ഏരിയ. ആൻഡ് ഈ വെള്ളം ക്രോസ് ചെയ്യാൻ അവിടെ ചെറിയ മരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ വേണം അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ. നമ്മൾ ഈ കാണുന്ന മുളയുടെ മുകളിൽ കൂടെ ചവിട്ടി അങ്ങോട്ട് പോവുക. അതാണ് പരിപാടി. ഇത് പക്ഷെ വെള്ളം കുറെ വന്നു കഴിഞ്ഞാൽ പാലൊക്കെ മുങ്ങിപ്പോകുന്നതാണ്. ഇപ്പം അധികം സീനൊന്നുമില്ല. എന്തായാലും നമ്മളെല്ലാവരും അങ്ങോട്ട് കടന്നങ്ങോട്ട് പോവാണ്. ഇപ്പോഴും നമ്മൾ കേവ് കണ്ടിട്ടില്ല ചേട്ടാ. ഇനി ഇവിടുന്ന് കുറേ നടന്നു പോകാണ്ടെന്നാ തോന്നേ. ഡ്രൈവർ ചേട്ടൻ എന്തായാലും മുമ്പിൽ പോയിട്ടുണ്ട്. സോ നമ്മൾ പുള്ളീനെ ഫോളോ ചെയ്തിട്ടാണ് പോണേ. ഇവിടെ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. പക്ഷെ നമ്മൾ വേഗം എല്ലാവരും കൂടി നടന്നങ്ങ് പോകുന്നുണ്ട് ഈ വഴി കൂടെ. ഇതങ്ങനെ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല. അധികം ആൾക്കാർ വരുന്ന ഏരിയ ഒന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ നടന്നു വരാനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അണ്ണാ നേരേതാ ശരി കേട്ടോ. ഇതൊക്കെ വെള്ളം വരുന്ന ഏരിയാന്ന് തോന്നുന്നുണ്ട്.
എവിടെയാ കേവ്? ഇത് സത്യം പറഞ്ഞാലേ കൊടൈക്കനാലിലെ ഒരു വൈബ് ഉണ്ടല്ലേ അവിടെ. ദേ വഴി ദേ. അതാവും കേവ്. കേവ് ഗുണ കേവില് വീണ പോലെ പോവൂ. അങ്ങനത്തെ കേവാണോ അല്ലേ? ചിലപ്പോ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതിന്റെ ഉള്ളിൽ കയറണ ഉള്ളിൽ കയറാൻ പറ്റുമോ? നമ്മളിതിന്റെ ഉള്ളിൽ കയറി ശരിക്കും ഞാൻ വിചാരിച്ചില്ല ഒരു ഉള്ളിൽ കയറാത്. അതിന്റെ ഉള്ളിൽ കയറി നമുക്ക് പുറത്തേക്ക് വരെ ഒരു വഴി ഉണ്ട് കേട്ടാ. അങ്ങനെ പോവല്ലേ? എങ്ങടെ പോണേ? ശരിക്കും വഴിയുണ്ടാ? അത്രേ ഉള്ളൂല്ലേ? ഇതിൽ കൂടെ പോവാൻ അതാണ് കുട്ടേട്ടാ. എങ്ങോട്ട് പോക്കോനാ? ആ വഴി മേലേക്ക് പോവാനാ കുട്ടേട്ടാ. സുഭാഷേ കേറാൻ പറ്റൂല്ലോ അല്ലേ? കേറി കേറി ഒരാൾ കേറിട്ട് കയറാം. അമ്മേ വഴുക്കലുണ്ട് കേട്ടാ. എന്റെ അടി ഞാൻ പോയേനെ. ഇത് വലിയ സംഭവം ഒന്നല്ല, പക്ഷെ നമ്മളെല്ലാരും കൂടി പോകുമ്പോ രസമാണല്ലോ. കേവിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ കടക്കാൻ പറ്റണത് അടിപൊളിയായിരുന്നു. അയ്യോ ഒരു മിനിറ്റ്. നോക്കിട്ടാ ബ്രോ കാല് വഴുക്കും. എന്റെ കാലാദ്യം വഴുകി. അത് കാരണം മുകളിൽ കല്ലുണ്ട്. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞ ഈ മലയുടെ മുകളിലോട്ട് എത്തിച്ചിരിക്കും. നമ്മൾ ഏറ്റവും അടിയിൽ നമ്മളെ കയറി അതിൻ്റെ ഈ ഒരു പാറയുടെ ഏറ്റവും മുകളിലെത്തി. ഇവിടെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിന് ഇവിടെ ഇന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഇൻസ്റ്റാ പേജിലുണ്ട്. കണ്ട ഇവിടെ മരത്തിന്റെ ഒരു ഇരിക്കണ സ്ഥലം നല്ല രസമുണ്ടായിരുന്നു. ചുമ്മാ അവിടെ കണ്ടപ്പോൾ തോന്നിയതാ നല്ല ഒരു അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മളിവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ ആൻഡ് ഇങ്ങനത്തെ വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇങ്ങനത്തെ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേന്ന് എന്തായാലും കമൻറ്റ് ചെയ്ത് നിങ്ങൾ. അങ്ങനെ ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് തിരിച്ചു പോവാണ്. ഇത്തരം ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കേവ് പരിപാടികൾ. പക്ഷെ രസമായിരുന്നല്ലേ, മനസ്സിലായി? എല്ലാവരും കൂടുമ്പോൾ നമുക്കൊരു രസമില്ലേ? ആ ഒരു വൈബ് അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു സൈലൻറ്റും ഭയങ്കര ഭയങ്കര രസമായിരുന്നു. തമിഴ് കസ്റ്റമറിന്റെ ഡീല് പിടിച്ചാണോ? നമ്മളിത് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇവിടെ ആരും ഇല്ലാന്നാ. പക്ഷെ കുറെ ആൾക്കാർ പെട്ടെന്ന് ഇവിടുന്ന് ഇവരൊക്കെ സ്പോണായെന്നറിയില്ല. പെട്ടെന്ന് എല്ലാവരും ഇവിടെ നിറച്ച ആൾക്കാരായി. അതിൻ്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ പരിപാടി. നമ്മളങ്ങനെ നമ്മുടെ ജീപ്പിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും ഇവിടെ കുറേ ജീപ്പൊക്കെ വന്നുകൂട്ടെ. ഞാൻ എന്തായാലും വയ്യാണ്ടായി. ഞാൻ ജീപ്പിൽ കയറി ഇരുന്ന് തിരിച്ചു പോകാൻ റെഡിയായിട്ട്. അതിനങ്ങനെ നമ്മൾ അടുത്തായിട്ട് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഒരു സ്ട്രോബെറി ഫാമാണ്. സോ നമുക്ക് ഫ്രഷായിട്ട് സ്ട്രോബെറി പറിച്ച് തിന്നാനും സ്ട്രോബെറി എന്തൊക്കെയുണ്ട് ജാമും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ മഴ കാരണം ഉണ്ടല്ലോ വഴുക്കല്. അത് നിങ്ങൾ കാണാതായിരുന്നു. എങ്ങനെയാണ് ഇവിടെ അവിടെ എത്തിയെന്നറിയില്ല. ഈ വഴി കണ്ട നിങ്ങൾ വന്ന് മൊത്തം വഴുക്കല. എല്ലാവരും പേടിച്ചാണ് ഇറങ്ങിയത് വരെ. ഇവിടെ അടുത്ത ചളിയാണല്ലോ. അയ്യോ ഇവിടെ ഒടുക്കത്തെ വഴുക്കലേട്ടാ. സീൻ വഴി
ഇവിടെ നല്ല ഒഴുക്കല്ല. ഇതിലൊക്കെ കുറെ സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓരോ ഓരോ ഇതായിട്ട് ഇവര് വെച്ചേക്കണം. അതായത് ചില ഭാഗം നല്ല സ്ട്രോബെറി ഉണ്ടായത്, ചിലത് പറക്കാറായത്, അങ്ങനെ 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 ഓരോ സെറ്റപ്പാ. നമ്മളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലോട്ട് നടന്നു പോവാം. പക്ഷെ ഇത് മഴ ചെറുതായിട്ട് കൂടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് എന്തായാലും. അയ്യോ മഴ പെയ്ത് ഇത് കണ്ട എനിക്ക് തോന്നുന്നു മഴ നനയാണ്ടിരിക്കാനാണോ എന്നറിയില്ല, ഒരു മൂടിയിട്ടുണ്ട്. ഇതിലൊക്കെ സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ മഴ കൊണ്ട് ഇത് കേടായി പോകുന്നു തോന്നുന്നു. സോ ഇവരിത് വളർന്ന് വരുന്നതൊക്കെ മൂടി ഇട്ടൊക്കെയാണ്, അങ്ങനെ ഓരോ സെറ്റായിട്ട് വെച്ചേക്കുക. കണ്ട കോടയൊക്കെ വരാൻ തുടങ്ങി. ഇവിടെ തണുപ്പും വഴുക്കലും എല്ലാം ഉണ്ട്. അയ്യോ ചാടി വീഴി പറിച്ചിട്ടതാ. പഴം പഴമാകുമ്പോ അപ്പൊ പറിക്കും. സ്ട്രോബെറിത്തോട്ടം. ഫൈനലി നമുക്ക് സ്ട്രോബെറി കിട്ടിയിടേ. ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായി. ആൻഡ് കണ്ട ഫ്രഷ് സ്ട്രോബെറി ഇപ്പൊ ഒരു പറിച്ചെടുത്തിട്ടുള്ളത്, അങ്ങനെ നമുക്ക് മേടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അടിപൊളി സ്ട്രോബെറി. പക്ഷെ സത്യം പറയല്ലോ ഒരെണ്ണം കേടായി പോയി എൻ്റെ. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. ആൻഡ് ഇത് നെക്സ്റ്റ് ഡേ ആണ്, നമ്മൾ തിരിച്ചു പോവാണ്. പക്ഷെ ഇന്നും മഴയ്ക്കൊരു കുറവില്ല. രാവിലെ 6 മണി എന്തോണിത്. ആൻഡ് ഇപ്പോഴും ഒടുക്കത്ത മഴയുടെ. അതുകൊണ്ട് നമ്മൾ ജാക്കറ്റും മറ്റേ റെയിൻകോട്ടും എല്ലാം വാരിയിട്ടുണ്ട്. എന്താവും അറിയില്ല. വീടെത്തുമ്പോൾ എന്തായാലും നമ്മളിന്ന് കുളിക്കാനുള്ളതാണ്. വന്നേക്കാളും മഴയാണ് സത്യം പറഞ്ഞാൽ. തിരിച്ചു പോകുമ്പോൾ എങ്ങനെയൊക്കെ റെഡി ആവട്ടെ. എന്തായാലും ഒരു കണ്ണാടി കണ്ടപ്പോൾ കണ്ണാടിയിൽ നോക്കാന്ന് വെച്ചു. ഇതേ ഞാൻ വ്ളോഗ് ചെയ്യണു. ഹായ് ഗായ്സ്, നമ്മൾ പോവാടെ. സോ അങ്ങനെ മഴയത്ത് 6 മണിക്ക് എല്ലാം റെഡി ആക്കിയിട്ട് എല്ലാവരും നനഞ്ഞ് പിണ്ടിയായിട്ട് വണ്ടിയൊക്കെ ഓണാക്കി വെച്ചേക്കുക. കൂടുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് S1000RR ഇവിടെ ഓണാണ്. ആൻഡ് ഇത് നമ്മുടെ ഡുക്കാട്ടിയുടെ ഡയാവിലാണ്. ഇതൊക്കെ 10-30 ലക്ഷം രൂപയുടെ വണ്ടിയാണ്, കാണാവില്ല. ആൻഡ് നമ്മുടെ വണ്ടി നമ്മളിവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഇരിക്കണം നമ്മുടെ വണ്ടി. മഴ കൊണ്ട് മൊത്തം ചളിയൊക്കെ പോയി തോന്നുന്നു, അതാണ് ഒരു ഗുണം. അങ്ങനെ വലിയൊരു യുദ്ധത്തിന് ശേഷം നമ്മളിതേ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് മഴ കുറവാണ്. പിന്നെ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ഭയത്തിന് നനഞ്ഞില്ല. ഞാൻ ഒരു ചായ കുടിക്കാൻ വെച്ചു. അടുത്ത നല്ല എന്തോ മഴ വരുന്നുണ്ട്. കോടയൊക്കെ കണ്ട താഴ്ന്ന അടിയിലെത്തി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല റോഡിൽ. പക്ഷെ മഴയും ഇപ്പൊ കുറവാണ്. പറഞ്ഞ നാവെടുത്തില്ല. നമ്മുടെ മഴ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വണ്ടികളൊക്കെ പിന്നെയും കൂടുതൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. എന്താ ഭംഗിയില്ല മഴയത്ത് വണ്ടിയിരിക്കണാണ്. കുറേയൊക്കെ ചളി പോയിട്ടാ, ഞാൻ പറഞ്ഞ പോലെ മഴയത്ത് ആയതുകൊണ്ട്. ഇങ്ങനെ എല്ലാ വണ്ടി ഇതേ ഡുക്കാട്ടിയുടെ ഒരു ഡേ ട്രക്സ് എന്നുണ്ട് ബൈക്ക്, പിന്നെ S1000RR, സ്ട്രീറ്റ് ഫൈറ്റർ, അങ്ങനെ എല്ലാ വണ്ടിയും ഓണാക്കി വെച്ചിട്ടുണ്ട്. മഴ ഉണ്ടായാലും കുഴപ്പമില്ലടേ. ഇങ്ങനെ ഇടയ്ക്കൊരു റൈഡൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് വണ്ടി ചളിയിൽ കുളിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി വണ്ടി കഴുകല്. അങ്ങനെ നമ്മൾ വണ്ടി മറ്റേ പ്രൊഡക്ഷനിലൊക്കെ വെച്ച് കഴുകുകയാണ്. പക്ഷേ ഇത് കഴുകി എൻ്റെ ഉപ്പാട് കളിക്കുന്ന ഇതാണ്. കാരണം അത്ര അധികം ചളി, അങ്ങനെയൊന്നും ചളി പോകുമ്പോഴല്ലേ കുറച്ച് പണിയുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷം അടിപൊളിയാണ്. അങ്ങനെ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാണ് ഗൈസ്.